പേര് സാം പൈനമ്മോട്. മനുഷ്യപക്ഷത്തിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു എളിയ സാംസ്കാരിക പ്രവർത്തകൻ. പണ്ഡിതശ്രേഷ്ഠനായ അങ്ങയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗത്തിൽ സ്വർലോകത്തെപ്പറ്റിയും അല്ലെങ്കിൽ പരലോകത്തെപ്പറ്റിയും ഇഹലോകത്തെപ്പറ്റിയുള്ള നിർവചനം അവിടെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താനാണ് എന്റെ ആഗ്രഹം. സംഘടിത മതങ്ങൾ നൂറ്റാണ്ടുകളായി പ്രചരിപ്പിച്ച ഒരു വികലവാദമാണത്. അതായത് ഒരു ശരാശരി മനുഷ്യന്റെ ഏറിയാൽ 70 or 80 വയസ്സ് വരെയുള്ള ജീവിതം നശ്വരമാണെന്നും അനശ്വരമായ ജീവിതം നിങ്ങളെ നോക്കി പാർത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് പരലോക മോക്ഷപ്രാപ്തിക്കായി നിങ്ങൾ കാത്തിരിക്കണമെന്ന വാദം. ഇത് പഴയകാല ഫ്യൂഡൽ മാടമ്പിമാരും പൗരോഹിത്യ നേതൃത്വവും പ്രചരിപ്പിച്ച കള്ളപ്രചരണത്തിന്റെ തുടർക്കഥയാണ് പണ്ഡിതശ്രേഷ്ഠനായ അങ്ങും ഇന്നും പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇവിടെ സ്വകാര്യ സ്വത്തിന്റെ ഒരു വിഷയം കൂടി ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മോതിരം ഞാൻ ഇടുന്നത് പോലും പാപമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പരമകാരുണ്യവാനായ അള്ളാഹു ഈ ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ഭക്ഷിപ്പാനും കുടിപ്പാനും ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുക്കൾ ഒരു ന്യൂനപക്ഷം കൈയടക്കി വെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇന്നത്തെ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും മുഖ്യ ഹേതു. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഡിസ്പേഴ്സ്മെന്റിന്റെ വിഷയം. ഒരു വിശ്വാസ സംബന്ധിച്ചോളം സ്വകാര്യത്വത്തിനെ ന്യായീകരിക്കുവാൻ യാതൊരു ധാർമ്മികമായ അവകാശവുമില്ല. തീർച്ചയായിട്ടും സമർപ്പണത്തിന്റെ പാത അന്വേഷിക്കുന്ന ഇസ്ലാമിക ജീവിത ചിന്ത സ്വകാര്യ സ്വത്തിനെ ന്യായീകരിക്കുന്നുവെങ്കിൽ അത് ഒരു കാരണവശാലും സന്ധി ചെയ്യാനൊക്കാത്ത തെറ്റാണ് എന്ന് ബോധിപ്പിക്കുവാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നു. മറ്റൊന്ന്, ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയെ പറ്റിയുള്ള എന്റെ അന്വേഷണം. ഒരു ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരനും തമ്മിൽ സഹകരിക്കുന്ന മേഖല അങ്ങ് സൂചിപ്പിച്ച ഡയലക്ടിക്കൽ മെറ്റീരിയൽസുള്ള വിശ്വാസം കൊണ്ടല്ല, ഞാൻ മുമ്പേ സൂചിപ്പിച്ച സമ്പത്തിനെ വിതരണം ചെയ്യുന്നതിന്റെ വിഷയം. സ്വകാര്യ സ്വത്ത് സമ്പാദിക്കുന്നത് പാപമാണെന്ന് യഥാർത്ഥമായിട്ടുള്ള ബൈബിൾ പഠിപ്പിക്കുന്നുവെങ്കിൽ ആ ബൈബിൾ വിവരിച്ച ക്രിസ്തീയ മതങ്ങൾ പഠിപ്പിക്കുന്ന എന്ന അഭിപ്രായം എനിക്കില്ല. അത് സത്യസന്ധമായി വായിച്ചാൽ, പ്രത്യേകിച്ചും പുതിയ നിയമങ്ങൾ വായിച്ചാൽ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആ അവസ്ഥയെപ്പറ്റിയൊക്കെ വിശുദ്ധ മർക്കോസിന്റെയും മത്തായിയുടെയൊക്കെ സുവിശേഷത്തിൽ ഒരുപക്ഷെ എന്നേക്കാൾ നന്നായി പണ്ഡിതശ്രേഷ്ഠനായി അങ്ങ് വായിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ സ്വകാര്യ സ്വത്തിനെ പറ്റിയുള്ള വിവക്ഷയിൽ സംഘടിത മതങ്ങളുടെ വിശ്വാസം, തെറ്റായ പഠിപ്പിക്കൽ, മറ്റൊന്ന് ഇഹലോക ജീവിതത്തെപ്പറ്റിയും പരലോക ജീവിതത്തെപ്പറ്റിയുള്ള ചിന്തയിലുള്ള അബദ്ധ പ്രചരണം, ഇത് രണ്ടും തിരുത്തുവാൻ സംഘടിത മതങ്ങൾ തയ്യാറാകണമെന്ന അപേക്ഷയോടുകൂടി എന്റെ വാക്കുകൾ. സംസാരത്തെ ചോദ്യമല്ല, വിയോജിപ്പും അപേക്ഷയാണ്. സംഘടിത മതങ്ങളോട് മൊത്തത്തിലാണ് അപേക്ഷ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ മതത്തിന്റെ ഏറ്റവും ബേസിക് ആയൊരു സംഭവം തിരുത്താനാണ് അദ്ദേഹത്തിന്റെ അപേക്ഷ. അവിടെ ഏറ്റവും ബേസിക് ആയ സംഗതി എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കാൻ സാറെ പോലുള്ള ആളുകൾ സന്നദ്ധമാകണം. ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെങ്കിൽ, ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെങ്കിൽ സാംസാറോ നമ്മളെല്ലാവരും കൂടിയോ മതവിശ്വാസികൾ എല്ലാവരും കൂടിയോ അതില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചുകൊണ്ട് ഇല്ലാതാവൂല. മറ്റൊരു ജീവിതം ഉണ്ട് എന്ന് വിചാരിക്കുക. ദൈവം തമ്പുരാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു എന്ന് വിചാരിക്കുക അങ്ങനെ ഒരു ജീവിതം ഇല്ല, വേണ്ടതില്ല, അതുകൊണ്ട് അതില്ലാതാവോ? ഇല്ല. അപ്പൊ അത് ഉണ്ടോ ഇല്ലേന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇവിടെ ഒരു പ്രശ്നം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പായി പറയാൻ കഴിയും. ഈ ഭൂമിയിൽ എല്ലാ കഷ്ടപ്പാടും നീ സഹിച്ചോ, മരണാനന്തര ജീവിതത്തിൽ സ്വർഗം കിട്ടും എന്ന് ഇസ്ലാം പറഞ്ഞില്ല. ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകൾ ഇല്ലാതെയാക്കുവാൻ ആവശ്യമായ നിയമങ്ങൾക്ക് പഠിപ്പിക്കുകയും ആ നിയമങ്ങൾ നടപ്പാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ നിയമം നടപ്പാക്കുവാനുള്ള പ്രചോദനമായി, മോട്ടിവേഷനായി മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തെ പഠിപ്പിക്കുകയും ചെയ്ത ദർശനമാണ് ഇസ്ലാം. മരണാനന്തര ജീവിതം അവിടെ ഇവിടുത്തെ കുറെ പുരോഹിതന്മാർക്കുള്ള ഒരു സ്ഥലമാണെന്നല്ല പറഞ്ഞത്, മറിച്ച് ആത്മാർത്ഥമായി ദൈവം തമ്പുരാന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരുടെ വാസസ്ഥലമാണ് അവിടെ സ്വർഗലോകം എന്നാണ്. അവിടെ ദൈവം തമ്പുരാന്റെ പ്രീതി മാത്രം കാക്ഷിച്ചെന്നുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്.
നമ്മൾ വളരെ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല. കാരണം മനുഷ്യന് മോട്ടിവേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, മോട്ടിവേഷൻ ഇല്ലാതെ കർമ്മം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും അത് ലീഡർഷിപ്പ് സയൻസിന്റെ നേതൃപാഠവ ശാസ്ത്രത്തിന്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിളാണ്. അപ്പോ മോട്ടിവേഷൻ അനിവാര്യം. മോട്ടിവേഷൻ എങ്ങനെ, ഏത് രൂപത്തിൽ, എന്തിന് ഞാൻ ചെയ്യണം, ആ എന്തിന് ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള ദൈവിക ദർശനത്തിന്റെ മറുപടിയാണ് മനുഷ്യ, നീ നന്മ ചെയ്യണം. ഈ നന്മക്ക് നിന്റെ ആത്മാർത്ഥമാണ് നിന്റെ നന്മയെങ്കിൽ, അതാണ് ഹൃദയത്തിൽ നിന്ന് വരുന്നതാകണം കർമ്മങ്ങൾ. ആത്മാർത്ഥമാണ് നന്മയെങ്കിൽ പടച്ച തമ്പുരാൻ അതിന് പ്രതിഫലം നൽകും എന്ന ചിന്ത. അല്ലെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് എന്തിനാ പ്രതിഫലം നൽകാൻ കഴിയുക? ഇവിടെ നീതിനിഷ്ഠമായ ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് സുന്ദരമായി പറയാം. ആ ലോകം ഉണ്ടായിന്ന് വിചാരിക്കുക, എല്ലാ അർത്ഥത്തിലും നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഉട്ടോപ്യ. തോമസ് മൂർ പറഞ്ഞതുപോലുള്ള ഒരു ഉട്ടോപ്യ, പൂർണ്ണമായ അർത്ഥത്തിലുള്ള നീതി. എങ്കിൽ തന്നെ എന്തായിരിക്കും അവസ്ഥ? അതിലൊരു ക്രൂരൻ ഉണ്ടായിന്ന് വിചാരിക്കുക. ആ ക്രൂരൻ ചെയ്ത കർമ്മങ്ങൾക്ക് നീതിയിൽ അധിഷ്ഠിതമായ പ്രതിഫലം നൽകാൻ കഴിയോ? എങ്ങനെ നൽകാൻ കഴിയും? മനുഷ്യന് മാത്രമുള്ള പ്രത്യേകത, നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളെ കൊല്ലുന്നതിനേക്കാൾ പ്രയാസമുള്ള ഒരു വാക്ക് ചിലപ്പോ നിങ്ങൾക്കെതിരെ എനിക്ക് പറയാൻ കഴിഞ്ഞേക്കും, അല്ലേ? ചില വാക്കുകൾ, ചില പദങ്ങൾ അത്ര പവർഫുള്ളാണ്. പക്ഷേ ഏത് കോടതിക്കാണത് ഈ വാക്കിന് ഇയാളുടെ മനസ്സിലുണ്ടാക്കിയ പ്രയാസം അളന്നു നോക്കിയിട്ട് ശിക്ഷ വിധിക്കാൻ കഴിയുമോ? കഴിയില്ല. നന്മന്റെ സ്ഥിതി അതാ, തിന്മന്റെ സ്ഥിതി അതാണ്. ഞാൻ പറഞ്ഞു, തലമുറകൾ നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള ഫലം ചെയ്യുന്ന പ്രവർത്തനം ചെയ്യാൻ മനുഷ്യന് കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഉട്ടോപ്യ ഉണ്ടായിന്ന് വിചാരിക്കുക. ഒരു ഉട്ടോപ്യ എന്ന് ഞാൻ പറയാൻ കാരണം, ഒരിക്കലും അങ്ങനത്തെ ആ ഉട്ടോപ്യ ഒരു തത്വം തോമസ് മൂർ കൊണ്ടുവന്നുകൊണ്ടാണ്. അറിയാലോ, തോമസ് മൂറിന്റെ നോവലാണ് ഉട്ടോപ്യ. അവിടെ ഒട്ടോപ്പസ് എന്ന് പറഞ്ഞ രാജാവിന്റെ കീഴിലുള്ള ഒരു രാജ്യമാണ് ഉട്ടോപ്യ. അവിടെ ഒരു അനീതിയിലാണ്. അപ്പൊ അങ്ങനെ അത് വെറുതെ ഒരു നോവലാണ്. അപ്പൊ ഈ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു സംഭവം, അതിന് പിന്നീട് ഉട്ടോപ്യ എന്ന് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്ന അത്തരം ഒരു രാജ്യം ഉണ്ടായിരുന്നു വിചാരിക്കുക. ആ രാജ്യത്ത് ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരു ബോംബുണ്ടാക്കിയാൽ 10,000 ആളെ കൊല്ലാൻ കഴിയും. അങ്ങനെ കൊന്നു, ഇയാളെ പിടിച്ചു, ഇയാളെ ശിക്ഷിക്കാൻ വെച്ചു. നീതി നടപ്പാവണല്ലോ, നീതി നടപ്പാവണം. നീതി നടപ്പാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? ഇയാൾ എന്ത് ചെയ്യാൻ കഴിയും? അയാളെ വെറുതെ വിടാനാണോ? എങ്കിൽ അയാൾ ചെയ്ത തെറ്റിന് എന്താ പ്രശ്നം? അല്ല, അയാളെ തൂക്കിക്കൊല്ലാനാണോ? എന്തിന് തൂക്കിക്കൊല്ലണം? അയാളെ കൊന്നുകളയാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. നമ്മള് വളരെ ക്രൂരനായിപ്പോയി എന്നുള്ളതുകൊണ്ട് എങ്ങനെ നീതിയാകും? 10,000 കൊന്ന മനുഷ്യനെ ഒരു പ്രാവശ്യം കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ നീതിയാകും? സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി 10,000 കൊല്ലുക മാത്രമല്ല, തലമുറകൾ നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള ജൈവ വിഷങ്ങൾ ഉണ്ടാക്കി, ജൈവായുധങ്ങൾ ഉണ്ടാക്കി, തലമുറകൾ നീണ്ടു നിൽക്കുന്ന ജൈവിക പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് രോഗങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൈ പിടിക്കാൻ എങ്ങനെ കഴിയും? അടിസ്ഥാനപരമായ പ്രശ്നമാണത്. അപ്പോഴാണ് അതിന് ഉത്തരം, കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദി ഉണ്ടായേ തീരൂ. ആ വേദി മനുഷ്യ മനസ്സിന്റെ തേട്ടാണ്. ഇത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ സ്വാഭാവിക തേട്ടാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വീട്, ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ഒരു 10 സെന്റ്, ആ ഒരു കൂട്ടിലുമായി ചറ്റപ്പുരയുമായി അവർ ജീവിക്കുന്നു. അയൽവാസി, മുതലാളി, അധികാരമുള്ളവൻ, പണമുള്ളവൻ ഈ സ്ത്രീയെ നിരന്തരം പീഡിപ്പിക്കുന്നു. ഇവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അധികാരമില്ല, പണമില്ല. അവൾ ആത്മകഥമെന്നോണം പറയുന്നു, ദൈവം കൊടുത്തോളും. ഇതൊരു ദൈവവിശ്വാസിന്റെ ആത്മകഥാണ്. ദൈവം കൊടുത്തോളും. പക്ഷേ ഇയാൾക്ക് കൊടുക്കണുണ്ടോ? ഇല്ല. അയാൾ വെള്ളിക്കരണ്ടി വായിൽ വെച്ചുകൊണ്ടാണ് ജനിച്ചു വീണതെങ്കിൽ സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ചിട്ടാണ് മരിച്ചു പോകുന്നത്. ഈ വെള്ളിയിൽ നിന്ന് സ്വർണത്തിലേക്കുള്ള ദൂരം ഇതേപോലുള്ള കുറെ പീഡനങ്ങളും ചൂഷണങ്ങളുമാണ്. ഇവിടുന്ന് കൊടുക്കണില്ല. ദൈവവിശ്വാസിയാണെങ്കിൽ ഇത് സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ ആത്മഗതമാണ്. ആ ആത്മഗതം മനുഷ്യ മനസ്സിന്റെ സ്വാഭാവിക തേട്ടമാണ്. ആ തേട്ടത്തിനുള്ള ഉത്തരമാണ് മരണാനന്തര ജീവിതം. ഞാൻ പറയുന്നു, മരണാനന്തര ജീവിതം ഇല്ല